പുരോഹിതരിലും വിവരദോഷികളുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പാർട്ടിയിലും മുന്നണിയിലും എതിരഭിപ്രായം ഉയർന്നു തുടങ്ങി. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് എല്ലാ കാലത്തും വർഗീസ് മോർ കൂറിലോസ് സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം സർക്കാരിനെ പിന്തുണച്ചു പറഞ്ഞ ചില നിലപാടുകൾ നമുക്ക് ആദ്യം കേൾക്കാം. വരുന്ന ഈ ഓർഡിനൻസിനെ യാക്കോബായ സഭ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും സ്വാഗതാർഹമായൊരു നടപടിയായിട്ടാണ് യാക്കോബായ സഭ ഇതിനെ കാണുന്നത്. ധാരാളം ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് വളരെ ധീരമായ കാലിക പ്രസക്തമായ ഈ ഓർഡിനൻസ് ഇറക്കുവാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അതുവഴി മലങ്കര സഭാ പ്രശ്നങ്ങളുടെ ഒരു വലിയ ശതമാനം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഇതുമൂലം സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഗവൺമെൻറ്റിന് ഏകപക്ഷീയമായൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത് പൂർണ്ണ ബോധ്യമുള്ള ഒരു ജനകീയ സർക്കാരാണ് കേരളത്തിൽ നിലവിലുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഒരു സഭയ്ക്കോ ഒരു മതത്തിനോ തങ്ങളുടെ അനുയായികളോട് അണികളോട് ഇന്ന ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന അതനുസരിക്കുന്ന അനുയായികളുടെ കാലമൊക്കെ. അതേസമയം LDF തോറ്റപ്പോൾ തിരുത്തേണ്ടതിലേക്കാണ് നിരണം മുൻ ഭദ്രാസനാധിപൻ വിരൽ ചൂണ്ടിയത്. പക്ഷേ അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഏറെ വിചിത്രമായി പോയത്. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പ്രദീപ്, ഈ സഭയുമായി ബന്ധപ്പെട്ട് പലവിധ വിഷയങ്ങളിൽ സർക്കാരിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച പുരോഹിതരനെ ഇമാതിരി പറഞ്ഞത് എന്ത് സാഹചര്യത്തിലാണ്? എന്താണല്ലോ ഒരു ചർച്ചയായി ഉയർന്നു വരുന്നത്? സഭയ്ക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾക്കുമൊക്കെ ഒരു ആഘാതമാണോ പിണറായിയിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത പ്രതികരണം? രതീഷ്, സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടാതെ ഇടതുപക്ഷത്തിന് അതിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെ വ്യക്തിപരമായി അടുത്തിടുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെയും പരസ്യമായും പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്ന ആളാണ് യാക്കോബായ സഭയുടെ നിരണം മുൻ ഭദ്രാസന അധിപനായിരുന്ന ഡോക്ടർ വർഗീസ് മോർ കൂറിലോസ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആദ്യമായി സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നത് എന്ന് തോന്നുന്നു. ആ ആദ്യഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയിൽ നിന്ന് ശകാരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിളിപ്പേര് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതേസമയം ഇത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ല എന്നാണ് യാക്കോബായ സഭയുടെ നിലപാട്. ഔദ്യോഗിക നിലപാടാണ് എങ്കിൽ അത് വ്യക്തമാക്കേണ്ടത് സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ചുമതലപ്പെട്ട ആളുകളാണ്. ഇത്തരത്തിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ വർഗീസ് മോർ കൂറിലോസിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു നിലപാടാണ് എന്നുള്ളതാണ് യാക്കോബായ സഭ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം യാക്കോബായ സഭ ഉൾപ്പെടെയുള്ള സഭകളുടെ കൂട്ടായ്മയാണ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നത്. തിരുവല്ല ആസ്ഥാനമായാണ് കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ കടുത്ത പ്രതികരണവുമായി കൗൺസിൽ ഓഫ് ചർച്ചസ് രംഗത്തെത്തിയിരുന്നു. നേരത്തെ ഒരു പുരോഹിതനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച അതേ ആൾ തന്നെ ഇപ്പോൾ ഒരാളെ വിവരദോഷി എന്ന് വിളിച്ചിരിക്കുന്നു. അതായത് അങ്ങനെ വിളിക്കുന്ന ആളുടെ സ്വഭാവം മാറിയിട്ടില്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്നലെ തന്നെ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി തലങ്ങളിലുള്ള വികാരം നിലനിൽക്കുന്നു. ഈ ഒരു വികാരങ്ങളുടെ പ്രകടനമാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ക്രൈസ്തവ സമുദായത്തിൻ്റെ ആവശ്യങ്ങളെ അവഗണിച്ചതുകൂടിയാണ് ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങാൻ കാരണമാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് കൗൺസിൽ ഓഫ് ചർച്ചസ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം സിറോ മലബാർ സഭ ഉൾപ്പെടെ മറ്റ് കത്തോലിക്ക സഭകൾ കത്തോലിക്ക സഭ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കത്തോലിക്ക